ദേ ശ്രീലു ടീച്ചർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ കുളിയിൽ ചെറിയ രീതിയിൽ കാര്യമുണ്ട് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. എത്ര ദിവസമായിട്ട് അവർ ഈ വിധം കുളിച്ചുകൊണ്ടേയിരിക്കുന്നു? അതുമാത്രമല്ല, ഇവർ ഓരോ വ്യക്തികളുടെയും പേര് എടുത്ത് പറഞ്ഞിങ്ങനെ ദുഷിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും പല പ്രമുഖരായ വ്യക്തികളുടെയും പേരുകൾ ഇവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു പ്രമുഖ സ്ഥാപനത്തിൻ്റെ, ഒരു എൻജിനീയറിംഗ് കോളേജിൻ്റെ മേൽ അവർ പഴിചാരുന്നുണ്ട്. ഇത്രയൊക്കെ ഇവർ ചെയ്തിട്ടും മുഖ്യമന്ത്രിയെ പോലും അപമാനിക്കത്തക്ക രീതിയിൽ സംസാരിച്ചിട്ട് പോലും ഇവരുടെ മേൽ ഒരു നടപടിയും എടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ആരെങ്കിലും ഓർത്ത് നോക്കിയിട്ടുണ്ടോ? അതുമാത്രമല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ തന്നെ തപ്പിയെടുത്ത് അപ്പോൾ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇവർ മൈൻഡ് ചെയ്യാത്തത്? എന്തായിരിക്കും കാര്യം? ഇവരുടെ ഭാഗത്ത് ഒരു ശരിയും ഇല്ല. അതുകൊണ്ടാണ് മറ്റ് ചാനലുകാർ, അതായത് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇവരെ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഒരാളുമായിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആരും, മുഖ്യധാര മാധ്യമങ്ങൾ ആരും അവരെ ഏറ്റെടുക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രതിഷേധവും ഫ്രസ്ട്രേഷനും ഒക്കെ അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ കുളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പട്ടി പിണ്ടം ഇട്ടാലും അത് അപ്പോഴേ വന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും അവരാരും ഇതിനോട് ഒന്നും ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പം മറ്റു പലരും ചോദിക്കും, പട്ടിയല്ലല്ലോ പിണ്ടം ഇടുന്നത്, പട്ടി കാട്ടമല്ലേ ആനയല്ലേ പിണ്ടം എന്ന്. ഇത് രണ്ടും കെട്ട രീതിയിലുള്ളൊരു പോക്കാണല്ലോ പോണത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞാലും ഒരു തരക്കേടുമില്ല. പിന്നെ എന്തായാലും ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് ഒരു മെയിൻ വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഈ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് ഒരു യമണ്ടൻ സംവാദം തന്നെ ഉണ്ട്. പക്ഷെ സംവാദമാണെങ്കിലും അത് ഒറ്റയ്ക്കാണെന്നേ ഉള്ളൂ, ഞാൻ മാത്രമാണ് കേട്ടോ സംവാദിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോയിൽ വരിക. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.